രക്ഷിച്ചു വലുതാക്കിയതാരാണ്? കന്യാമറിയത്തിനെ രക്ഷിച്ചു വലുതാക്കി ജീവൻ കൊടുത്തു വെള്ളം കൊടുത്തു വലുതാക്കി ആരാ? എന്റെ പൊന്നുമക്കളെ, അതിന്റെയൊക്കെ മുമ്പ് ഒരുപാട് പ്രവാചകന്മാര് കടന്നുപോയി. ബൈബിൾ വിശ്വസിക്കുന്ന അബ്രഹാം, യോഹന്നാൻ, ഡേവിഡ്, മോസ തുടങ്ങിയ ഒരുപാട് പ്രവാചകന്മാരൊക്കെ കഴിഞ്ഞുപോയി. ആ പ്രവാചകന്മാരും ജനിക്കുന്നതിന്റെ മുമ്പ് ഒരു മിനിറ്റ് എന്നിലേക്ക് ശ്രദ്ധിക്കണം. ഈ ഭൂമി ലോകത്ത് ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള സൂര്യൻ, ശുക്രൻ, ശനി, ചൊവ്വ, യുറാനസ് തുടങ്ങിയ കണ്ടുപിടിച്ച ഗ്രഹങ്ങളും കണ്ടുപിടിക്കാത്ത ഗ്രഹങ്ങളും ഒക്കെ ഉദ്ഭൂതമാകുന്നതിന്റെ മുമ്പ്, ഹൈഡ്രജനും നൈട്രജനും ഫോസ്ഫറസും കാർബൺ ഡയോക്സൈഡും സൾഫറും എല്ലാം കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ്, ഗ്രീഷ്മവും ഹേമന്തവും ശിശിരവും വസന്തവും കാലങ്ങൾ വരുന്നതിന്റെ മുമ്പ്, വെള്ളവും വെളിച്ചവും വരുന്നതിന്റെ മുമ്പ് ഈ ഭൂമി, ലോകം മുഴുവൻ ഒന്നായിരുന്നു, ഒറ്റക്കട്ടയായിരുന്നു. അത് പൊട്ടിത്തെറിച്ചാണ് ലോകമുണ്ടായതെന്ന് മിനിഞ്ഞാന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ വലിയ ഒരു സിദ്ധാന്തം വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. ബിഗ് ബാങ് തിയറി. മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അക്കടയിലെ എന്തെങ്കിലും സാധനമുള്ളൂ. മുണ്ടക്കയത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്. രാത്രിയിൽ ഷട്ടറുകളൊക്കെ തുറന്നിട്ടിരുന്നാൽ ഒരു ഷട്ടർ മാത്രം 4 പൂട്ടിട്ട് പൂട്ടി അതിന്റെ ഫ്രണ്ടിൽ കാവൽക്കാരൻ നിന്നാൽ കള്ളന് മനസ്സിലാകും അതിലാണ് മുതലുള്ളത്. അതിനെ കൊള്ളയടിക്കാനാണ് ശ്രമം. അത് തന്നെയാ ഇവിടുത്തെ കാര്യം. ഇത് മുസ്ലിങ്ങൾ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ടോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം കേൾക്കുന്നത് കൊണ്ടോ പറഞ്ഞതല്ല. ബാക്കി ഭാഗങ്ങൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും തിരിയും. ഈ ലോകത്ത് ഇതെല്ലാം വരുന്നതിന്റെ മുമ്പ് ഒരു തിയറി, ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ആ പൊട്ടിത്തെറിയിലൂടെയാണ് ചന്ദ്രനും ഭൂമിയും ചൊവ്വയും അതിന്റെ ഒരു കഷണമായി ഭൂമിയും ഒക്കെ വന്നത്. ശാസ്ത്രം മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ എഡിറ്റോറിയലും കാണാൻ, വായിച്ചു നോക്ക് നിങ്ങൾ. 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തില് പുസ്തകക്കാരൻ എഴുതിയ, വെളിവില്ലാത്ത പുസ്തകക്കാരൻ എഴുതി പറഞ്ഞ മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദ് പറഞ്ഞു, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ, ഭൂമിയും ആകാശവും മറ്റു ഗോളങ്ങളുമെല്ലാം ഒന്നായിരുന്നു. ഫഫതഖ്നാഹുമാ, അവകളെ ഞാനാണ് മഹാവിസ്ഫോടനത്തിലൂടെ ഈ ലോകമാക്കി മാറ്റിയത്. 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദിനെ കൊണ്ട് ആര് പറയിച്ചു? അള്ളാഹ് പറയിച്ചു. ഈ പുസ്തകംകാരൻ പറയുന്ന അള്ളയല്ല, ഈ പുസ്തകംകാരൻ പറയുന്ന അള്ളയല്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ, നിർമ്മാതാവായ, ജഗദീശ്വരനായ അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് സൃഷ്ടിച്ചു. കാട്ടാറുകളുടെ കളകളാരവും കുഞ്ഞിക്കിളികളുടെ കളഭൂജനവും മന്ദമാരുതന്റെ ദലമർമ്മരവും നിശീതിനിയുടെ നിശബ്ദതയും സൂര്യാസ്തമനത്തിന്റെ സൗകുമാര്യതയുമെല്ലാം മാനവ സമൂഹത്തിന് അനുഭവിക്കാൻ അവസരമുണ്ടാക്കിയത് ആ സ്ഫോടനമാണെന്ന് ചരിത്രം പറയുമ്പോ, ആ സ്ഫോടനം നടന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ദൈവമെത്ര പരിശുദ്ധൻ, ഭൂമിയില് ഹൈഡ്രജൻ ഉണ്ടാക്കി, നൈട്രജൻ ഉണ്ടാക്കി, 7 വൻകരകളെ സ്ഥാപിച്ചു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. റളിയല്ലാഹു അൻഹു ചെല്ലണ്ട, ഇത് ചില സാധനങ്ങളുടെ പേരാണ്, സ്ഥലങ്ങളുടെ പേരാ. ഈ സാധനങ്ങളെ ഒക്കെ സൃഷ്ടിച്ച് ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ടാക്കി. കേൾക്കണം ഒരു മിനിറ്റ്. ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ടാക്കി, ഹൈഡ്രജനും നൈട്രജനും ഒക്കെ ഉണ്ടാക്കി, കാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് ഭൂമിയിലെ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആരാണ് ആ ദൈവം? അല്ലാഹ്. ഏതാണ് ആ മനുഷ്യൻ? ആദം. ക്രിസ്ത്യാനി സഹോദരങ്ങളും വിശ്വസിക്കുമല്ലോ ആദത്തിനെ. വിശ്വസിക്കും. ഈ പുസ്തകക്കാരനും വിശ്വസിക്കും, ക്വസ്റ്റ്യൻ പേപ്പറുകാരനും വിശ്വസിക്കും. ആ ആദമാണ് ആദ്യമായി വന്നത്, അല്ലാതെ കന്യാമറിയമല്ല. കന്യാമറിയത്തിന്റെ ഗർഭത്തിലൂടെ വന്നതോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഊറ്റിലൂടെ വന്നതോ ആയ ഈസയുമല്ല, യേശു ക്രിസ്തു അല്ല. ആദ്യം വന്ന ആള് ആദം. ഈ പുസ്തകത്തിൽ ഒരു 5 സ്ഥലങ്ങളിൽ കുട്ടികൾ ഒരുപാടുള്ളതിനെ മൂപ്പര് വിമർശിച്ചിട്ടുണ്ട്, പദങ്ങൾ കൊടുത്തും വിമർശിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഒരുപാടാണ്. അതിന് ഈ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? നീ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പെറ്റ പെണ്ണുങ്ങളും നെയ്യും ചോറും തിന്നണ കണ്ട് മച്ചിപ്പെണ്ണ് കലോടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? എന്നാ ഞാൻ ചോദിക്കട്ടെ ക്രൈസ്തവരോട്, നിങ്ങളുടെ മതം പറഞ്ഞിട്ടുണ്ടോ മക്കളെ ഉണ്ടാക്കണ്ടെന്ന്? ഇപ്പൊ ഈ സൈമൺ തന്നെ, അല്ലെങ്കിൽ ഈ പുസ്തകം ഉണ്ടാക്കിയ ചങ്ങായി തന്നെ 100 രൂപയും പ്ലാസ്റ്റിക് ബക്കറ്റും കിട്ടുന്ന ലാപ്രോസ്കോപ്പിക് ശാസ്ത്രക്രിയക്ക് വേണ്ടി നിന്റെ അച്ഛൻ ക്യൂ നിന്നിരുന്നെങ്കിൽ നീ ഈ പുസ്തകം ഉണ്ടാവുമായിരുന്നോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ നീ ഉണ്ടാകുമായിരുന്നോ? നിന്റെ അപ്പൻ ക്യൂ നിന്നിരുന്നെങ്കിൽ പറ നിങ്ങള്. അപ്പൊ മക്കളുണ്ടായിക്കോട്ടെ. ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ആദം ഉണ്ടല്ലോ, നീ ഞങ്ങളുടെ മോമേനെ പിടിക്കണ്ട, നിങ്ങൾ ആദത്തിനെ പിടിച്ചോ.
ആദത്തിന് എത്ര പിള്ളേരുണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു അറിയില്ല. ആദത്തിന് പിള്ളേര് 240. അതുകൊണ്ട് ആദ്യം അവിടെ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യണേക്കാം. ആദത്തിനും ഹവ്വാക്കും കൂടി 240, 120 പ്രസവ. ഒക്കെ ഡബിളാ, സിംഗിൾ ഒന്നുമില്ല, എല്ലാം ഡബിള്. കാരണം ഡബിൾ ഇല്ലാതെ വേറെ ഒരു ചെറുക്കനെ വേറെ ഒരു കുടുംബത്തിൽ പോയി കെട്ടാനന്ന് മക്കളില്ല എന്ന് മനസ്സിലായില്ലേ? എനിക്ക് വേറെ ഒരു തറവാട്ടിൽ പോയി കെട്ടാൻ, മുണ്ടക്കയത്ത് കെട്ടാൻ വേറെ ആളുണ്ട് അവിടെ. ആദ്യ മനുഷ്യരും ആദ്യ പെണ്ണു കാണുക. അപ്പൊ അള്ള എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? ഒക്കെ ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, 120 പ്രസവം, 240 മക്കള്. നിങ്ങളുടെ ബൈബിൾ എന്താ പറഞ്ഞത്? മക്കൾ ഉണ്ടാക്കേണ്ടെന്നാ വേണ്ടെന്നോ? പറ. ബൈബിളിൽ എവിടെയെങ്കിലും, അത് പഴയ നിയമമാവട്ടെ പുതിയ നിയമമാവട്ടെ, എവിടെയെങ്കിലും ബൈബിളിൽ മക്കളെ വേണ്ട, വന്ധ്യംകരണ ശസ്ത്രക്രിയ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ഞാൻ ഇക്കഴിഞ്ഞ ദിവസം എന്റെ മോളുടെ ഒരു അഡ്മിഷന് വേണ്ടി പൈങ്ങോട്ടൂര്, കേട്ടിട്ടുണ്ടോ സ്ഥലം? തൊടുപുഴ പൈങ്ങോട്ടൂര്. അവിടെ സെന്റ് ജോർജ് ഹൈസ്കൂൾ ആണെന്നാണ് എന്റെ ഓർമ്മ. ആകെ പൈങ്ങോട്ടൂര് റോഡ് സൈഡിൽ ഒരു സ്കൂളേ ഉള്ളൂ. അതോ സെന്റ് ജോസഫ് ആണോ എന്നൊരു സംശയം. അവിടെ അഡ്മിഷന് വേണ്ടി ചെന്നപ്പോ എന്റെ കൂടെ എന്റെ മക്കളുണ്ട്. എത്രയുണ്ട് മക്കള്? 4. അതിലെനിക്ക് കൊതി വിടണ്ട കേട്ടോ, നിങ്ങൾ കൊതിയൊന്നും വിടണ്ട. ഇപ്പൊ 4 മക്കളുള്ള ആളുകൾ ഇവിടെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ കുറഞ്ഞവർക്ക് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ അത്ഭുതമായി മാറും അടുത്ത കാലം വരുമ്പോ. കാരണം 2 മതി, അല്ലെ 1 ഏറ്റവും സൗകര്യമായി ഒക്കടെ വെച്ചോണ്ട് പോകാമല്ലോ. ഞങ്ങൾക്ക് ഈ 4 കൊണ്ടൊരു വിഷമം വന്നിട്ടില്ല. ഈ 4 മക്കളെയുമായി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളുടെ പേര് പ്രിൻസി, കന്യാസ്ത്രീയാണ്. ബഹുമാനപ്പെട്ടവരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോലഞ്ചേരൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു അകത്ത് വിളിച്ചു കയറ്റി ഇരുത്തി തൽക്കരിച്ചിട്ട് പറഞ്ഞു, 4 മക്കളല്ലേ? ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ, എണ്ണി നോക്കിയപ്പോ 4 കണ്ടു. 4 മക്കള്. എനിക്ക് വലിയ സന്തോഷമായി. എന്റെ മക്കളെ കണ്ടിട്ട് അവര് സന്തോഷിക്കുന്നത്. അവർക്ക് സന്തോഷിക്കാൻ ഇമാതിരി ചെറുത്താന്മാർ മക്കളുണ്ടാക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് അവർ എന്റെ മക്കളെ കണ്ട് സന്തോഷിച്ചു. എനിക്ക് അവരോട് വല്ലാത്ത ബഹുമാനം തോന്നി, സ്നേഹം തോന്നി. ചോദിച്ചു നോക്കുകള്, അവരുടെ പേര് പ്രിൻസി. ഇനി താമസിച്ചു വന്നാൽ ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം. അപ്പൊ ഇക്കോലത്തില് മക്കൾ ഒരുപാട് ഉണ്ടാകുന്നതിനാ പുസ്തകക്കാരെ വിമർശിച്ചത്. മുഹമ്മദ് നബിയുടെ മക്കള്, മുഹമ്മദ് നബിയുടെ ജനതക്ക് ഒരുപാട് മക്കളാണ്. അതേടോ നിങ്ങളുടെ ആളുകളുടെ വിശ്വാസം പോലെയല്ല. 14 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു ഒരുപാട് മക്കളെ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ മക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ ഒന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ദൈവം മനുഷ്യരെ ഭൂമി ലോകത്തുണ്ടാക്കി. ആദ്യത്തെ ആള് ആദം, പിന്നീട് ഒരുപാട് പ്രവാചകന്മാർ. അങ്ങനെ വന്ന പ്രവാചകനാണ് ബഹുമാന്യനായ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഒന്ന് പറ മക്കളെ, ഒരു സലാം. നാളെ അവരെ കാണണ്ടേ, കൈ പിടിക്കണ്ടേ, നേർക്ക് നേരെ കാണണ്ടേ, അവരുടെ സഹായം വേണ്ടേ? ബഹുമാന്യനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, അബ്രഹാം എന്ന് പറയുന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ 2 മക്കൾ ഇസ്മായിൽ, ഇസ്ഹാക്ക്. ആ ഇസ്മായിലിന്റെ പരമ്പരയിൽ വന്നതൊക്കെ അറബികള്, ഇസ്ഹാക്കിന്റെ പരമ്പരയിൽ വന്നതൊക്കെ ക്രിസ്ത്യാനികള്, ജൂത വിഭാഗത്തിലുള്ള ആളുകള്. അങ്ങനെ വന്നു. കാലചക്രം കറങ്ങി ദാ വരുന്നു ഈസ. ഞങ്ങളുടെ സഹിഷ്ണുതകൾ മനസ്സിലാക്കണം മുസ്ലിങ്ങളുടെ. ഇവിടെ ശ്രദ്ധിക്കണം, ഞങ്ങളുടെ സഹിഷ്ണുത മുസ്ലിങ്ങളുടെ. ക്രിസ്തീയ മതത്തെക്കുറിച്ച് ഞങ്ങളുടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ പ്രവാചകന്മാരെയും നിങ്ങൾ അംഗീകരിക്കണം. ആ എല്ലാ പ്രവാചകന്മാരെ എന്ന് പറയുമ്പോൾ അതിൽ ആരും വന്നിട്ടുണ്ട്? ഈസാ നബിയും വന്നിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ ഈസാ നബിയെ കുറിച്ച് 16 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വിമർശിക്കുന്നവരും വിമർശന ബുദ്ധിയുള്ളവരും ചിന്തിക്കണം. 16 പ്രാവശ്യം ഈസാ നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റ് പറയുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റസുലി. അല്ലാഹ് നിന്റെ പ്രവാചകന്മാരിൽ ഒരാളെയും ഞങ്ങൾ ഇകഴ്ത്തുന്നില്ല, വേർതിരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ ആരുണ്ട്? ഈസാ നബിയുണ്ട്, യേശു ക്രിസ്തുവുണ്ട്. 16 പ്രാവശ്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 25 പ്രാവശ്യം ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ആളുകളിൽ ഒരാളാണ്. ആ രൂപത്തിലാണ് ഞങ്ങൾ ഈസാ നബിയെ കാണുന്നത്, അലൈഹിസ്സലാം. പറഞ്ഞോട്ട് മുസ്ലിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ദൈവശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. ആ കോലത്തിലാണ് ഞങ്ങൾ കാണുന്നത്. ആ ഒരു സൗമനസ്യമെങ്കിലും മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി ഒരു പുസ്തകം നിങ്ങൾ ഇറക്കുകയില്ലായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ആ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ അങ്ങ് പറയുമ്പോ പെട്ടെന്ന് ഞങ്ങൾക്കൊക്കെ വികാരം ഉണ്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മേളനം വെച്ചു. ആ പ്രവാചകന്റെ കർമ്മങ്ങൾ പറയാൻ, കാര്യങ്ങൾ പറയാൻ ഇമ്മാതിരി ഒരു വേദി ഉണ്ടായത് ഈ വിമർശനങ്ങൾ കൊണ്ടാ. അങ്ങനെയുള്ള ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്ന സമയം ക്രൂശിലേറ്റി എന്നാണ് ക്രിസ്തീയ വിശ്വാസം. ആയിക്കോട്ടടോ, ഞങ്ങൾക്കതിൽ കുഴപ്പമുണ്ടോ? ഇവിടെ ഒരു പാഠം ഈ ശബ്ദം ശ്രവിക്കുന്നവർ പഠിക്കണം. ആധ്യാത്മ രാമായണം 7 ഭാഗങ്ങളാ.
ആരണ്യകാന്ഡം, അയോധ്യാകാന്ഡം, കിഷ്കിന്ധ്യാകാന്ഡം, ഉത്തരകാന്ഡം, ബാലകാന്ഡം, യുദ്ധകാന്ഡം, ഈ രാമായണം അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ മഹാഭാരതം, അതിലൊക്കെ വിശ്വസിക്കുന്ന ദൈവ പുത്രന്മാരോ ദേവന്മാരോ ദേവികളോ അതിൽ വിശ്വസിക്കുന്നവർ ഇവിടെ ഇല്ലേ? ഈ ശബ്ദം ശ്രമിക്കുന്നവരിൽ ധാരാളം ഇല്ലേ? എന്താ മുസ്ലിമിന്റെ വിശ്വാസം അവരെ കുറിച്ച്? അവർക്കത് വിശ്വസിക്കാം. മുസ്ലിങ്ങളോട് പറയുന്നു, അവരത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചു കൊള്ളട്ടെ, നിങ്ങൾ എതിർക്കാൻ പോവരുത്. ലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാ, അല്ലാഹയല്ലാത്ത ആരാധ്യ വസ്തുക്കളെ വിശ്വസിക്കുന്നവരെ നിങ്ങൾ വിമർശിക്കണ്ട. അപ്പൊ അമുസ്ലിങ്ങളായ ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഗുരുവായൂരപ്പനെയും ചേറ്റാനിക്കര അമ്മയെയും ശബരിമല ശ്രീധർമ്മശാസ്താവിനെയും വൈക്കത്തപ്പനെയും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ട്. മുസ്ലിമീങ്ങളോട് പറയുന്നത് എന്താ? നിങ്ങൾ വിമർശിക്കേണ്ട. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ വിശ്വസിച്ചത് മാത്രമാണ് സത്യം, അതിന് കുഴപ്പമില്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആളാ. മുസ്ലിം സമുദായത്തിന്റെ ആദർശത്തിന്റെ കാമ്പും കാതലുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെന്താ സാധനം? ബോംബ അല്ല. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് നബി പ്രവാചകനാണ്, അതാണ് അതിന്റെ അർത്ഥം. അത് ഞാൻ വിശ്വസിക്കുന്നു, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, അതിന് കുഴപ്പമില്ല. ഒരു ഹിന്ദു വിശ്വസിക്കുന്നു രാമനാണ് ദൈവം, കുഴപ്പമില്ല. ക്രൈസ്തവൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവാണ് ദൈവം, കുഴപ്പമില്ല. മറിച്ച് അതല്ലാത്തതെല്ലാം, എന്റെ വിശ്വാസമല്ലാത്തതെല്ലാം തകർക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അതിന് സഹിഷ്ണുതയില്ലായ്മ എന്ന് പറയും, തീവ്രവാദം എന്ന് പറയും. മറ്റതോ സഹിഷ്ണുതയോടുകൂടെയുള്ള ജീവിതം. എന്റെ വിശ്വാസം എനിക്ക് വെച്ചു പൊറുപ്പിക്കാം, മറ്റുള്ളവരെയും അതിന്റെ കൂടെ ജീവിക്കാൻ അനുവദിച്ചു മുന്നോട്ട് പോവുക. എത്ര നല്ല സങ്കല്പങ്ങൾ! ഇതാണ് ഇസ്ലാം മതം, മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഊന്നിരുന്നുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, യേശു ക്രിസ്തു മരിക്കുന്ന സമയം അനുയായികളൊക്കെ ഓടിപ്പോയി. ബൈബിള് പറയുന്നതാ, ഒരൊറ്റ അനുയായി അവിടെ നിന്നില്ല, ഒക്കെ ഓടി സലാമത്തായി. ഇപ്പൊ പറയുമ്പോ നല്ല സമയമാണല്ലോ, ആ ഓർമ്മ പെരുന്നാൾ നടക്കുന്ന സമയമാണ്. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്നും ഇന്നും ഞങ്ങളുടെ ജീവനേക്കാളേറെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക് കഥ? അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങളുടെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന നേതാവാ. അത് ചരിത്രം അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്, വെറുതെ വാചാരമായി പറയുന്നത് മാത്രമല്ല. ഒരു യുദ്ധവേളയിൽ ധീരവനിത, ആ വനിത ഇസ്ലാമിന്റെ രണാങ്കണത്തിൽ ഇറങ്ങുമ്പോ, അതെന്തിനാ രണാങ്കണത്തിൽ ഇറങ്ങിയത്? അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വിമർശനം ശരിയാകുവാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പറയാം. ആ സാഹചര്യത്തിൽ ആ പെണ്ണൊരുത്തിയോട് പറയുന്നു, യുദ്ധത്തിന്റെ ഇടയിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായില്ല. അല്പം കഴിഞ്ഞപ്പോ പറഞ്ഞു, മകൻ, മൂത്ത മകൻ ഈ സമരത്തിൽ മരിച്ചിട്ടുണ്ട്, കുലുങ്ങിയില്ല, ഭാവഭേദമുണ്ടായില്ല. അല്പം കഴിഞ്ഞപ്പോ പറഞ്ഞു, നിനക്ക് ജന്മം തന്ന വാപ്പയും ഈ യുദ്ധത്തിൽ മരിച്ചു. ആ മൂന്ന് കേട്ടപ്പോഴും ഭവതിയായ സ്വഹാബി വനിത ചോദിച്ചത്, എന്റെ പ്രിയപ്പെട്ട പുങ്കവരായ മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും പറ്റിയോ? കണ്ടോ സ്നേഹം? ഭർത്താവ് മരിച്ചപ്പോഴും മകൻ മരിച്ചപ്പോഴും അതേപോലെ സഹോദരൻ മരിച്ചപ്പോഴും ഒന്നുമില്ല വിഷമം. മുഹമ്മദ് നബിക്ക് വല്ലതും പറ്റിയോ? ഇംഗ്ലീഷ് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയ നോട്ടുകളുണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും തുറക്കാത്തത്.